നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഞാൻ പലതവണ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒറ്റ ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ 1-2 ക്ലാസ്സിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏതിനകത്താണ്? നമ്മുടെ നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ മെയ് മാസം വരെയുള്ള നോട്ട്സ് ടെലഗ്രാം ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 9 അല്ലേ? ഡൽഹിയിൽ വെച്ചായിരുന്നു ആ യോഗം നടന്നത്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടന എഴുതി തീർക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടന എനാക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയും അല്ലേ? ഒരു നിയമം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എനാക്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു നിയമത്തിൻ്റെ ബർത്ത്ഡേ, അതാണ് എനാക്ട്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എനാക്ട് ചെയ്യപ്പെട്ടത് 1949 നവംബർ 26 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ 46 മുതൽ 49 വരെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളെല്ലാം ഡോക്യുമെൻ്റായിട്ട് നമുക്കുണ്ട്. അത് 2 ഭാഷയിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി സൂക്ഷിച്ചിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷിലും വേറൊന്ന് ഹിന്ദിയിലും. പക്ഷേ ആദ്യമായിട്ട് ഒരു നിയമസഭ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ചകൾ ഒരു പ്രാദേശിക ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തു. അത് ഏത് നിയമനിർമ്മാണ സഭയാണ്, ഏത് നിയമസഭയാണ്? അതാണ് ആദ്യത്തെ പോയിന്റ്. അത് മറ്റാരുമല്ല, കേരള നിയമസഭയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾ എന്താണ്? പ്രാദേശിക ഭാഷയിലോട്ട് മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ് അല്ലേ? മലയാളത്തിലോട്ടാണ് പരിഭാഷപ്പെടുത്തിയത്. ഏത് നിയമസഭയാണ് എന്ന് ചോദിച്ചാൽ കേരള നിയമസഭയാണ്. ഇത് പറയുമ്പോൾ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് അങ്ങ് പോകാം. ശ്രീലങ്കൻ പാർലമെൻറ്റ് ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു സിനിമാ നടനെ ആദരിച്ചു. ശ്രീലങ്കൻ പാർലമെൻറ്റ് അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു സിനിമാ നടനെ ആദരിച്ചു. ഏത് സിനിമാ നടനെയാണ് ആദരിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം മോഹൻലാലിനെയാണ്. ശ്രീലങ്കൻ പാർലമെൻറ്റ് 2025 ജൂൺ മാസത്തിൽ ആദരിച്ചത് ഏത് മലയാള സിനിമാ നടനെയാണ് എന്ന് ചോദിച്ചാൽ മോഹൻലാലിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അവിടെ വച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് ശ്രീലങ്കൻ പാർലമെൻറ്റ് മോഹൻലാലിനെ ആദരിച്ചത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, കേരളം അതിദാരിദ്ര്യരില്ലാത്ത അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം അല്ലേ? കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയമസഭാ മണ്ഡലം. ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല, കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണ്. നല്ല ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കോട്ടയം ജില്ലയാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ ആകെ കടൽ തീരം 590 കിലോമീറ്റർ എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത് അല്ലേ. കേരളത്തിൻ്റെ ആകെ കടൽ തീരം 590 കിലോമീറ്റർ, അങ്ങനെയാണ് എല്ലാ വെബ്സൈറ്റുകളിലും ഈ അടുത്ത കാലം വരെ കിടന്നിരുന്നത്. പക്ഷേ പുതിയ സർവേ പ്രകാരം, ഇന്ത്യയുടെ പുതിയ സർവേ പ്രകാരം മൊത്തത്തിൽ സമുദ്രതീരത്തിൻ്റെ ദൂരം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യമെന്ന് പറയുന്നത് ഇപ്പോൾ 600 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം പഴയതുപോലെ 590 അല്ല, ഇപ്പോൾ എത്രയാണ്? 600 കിലോമീറ്റർ ആണ്. 600 പോയിന്റ് സംതിങ് ആണ്. 600 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കടൽ തീര ദൈർഘ്യം. അപ്പം നേരത്തെ പഠിച്ചു വച്ചേക്കുന്നതിൽ ചെറിയ മാറ്റം വരുത്തണം. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 600 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സമുദ്രതീരം, ഇന്ത്യയുടെ സമുദ്രതീരം. ആകെ സമുദ്രതീരം എത്രയെന്നാണ് പഠിച്ചിട്ടുള്ളത്? 7516 കിലോമീറ്റർ എന്നാണ് പഠിച്ചത്. 7516 കിലോമീറ്റർ. അത് മാറി, ഇപ്പോൾ എത്രയാണ്? 11098 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെ സമുദ്രതീരം ഇപ്പോൾ എത്രയാണ്? 11098 കിലോമീറ്റർ ആണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധയിൽ വേണം. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആരാണ്? അത് ആന്ധ്രാപ്രദേശാണ്. പിന്നീട് വരുന്നത് പശ്ചിമ ബംഗാളാണ്. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് 6ാം സ്ഥാനത്താണ്. സമുദ്രതീരത്തിൻ്റെ കാര്യത്തിൽ 6ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് ഓർത്തു വയ്ക്കുക. സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഞാൻ പറഞ്ഞു, ഏതാണ്? ഗുജറാത്ത്. സമുദ്രതീരം ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. സമുദ്രതീരത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 6ാമതാണ്. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം ഇപ്പോൾ 600 കിലോമീറ്റർ ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ദേശീയ ഉദ്യാനം, ഈ അടുത്ത കാലത്ത് നടന്ന ഒരു വിലയിരുത്തൽ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനം, അതായത് നാഷണൽ പാർക്ക്, അതിനുള്ള ബഹുമതി കിട്ടിയത് 2 നാഷണൽ പാർക്കാണ്. 1ാം സ്ഥാനത്ത് 2 നാഷണൽ പാർക്ക് വന്നു. ഏറ്റവും മികച്ച, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാഷണൽ പാർക്ക്, 2 നാഷണൽ പാർക്കുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള നാഷണൽ പാർക്കാണ്. ഏതാണ് ആ നാഷണൽ പാർക്ക്? ഇരവികുളം നാഷണൽ പാർക്ക്. വേറൊന്ന് ജമ്മു കാശ്മീരിലെ നാഷണൽ പാർക്കാണ് ഡച്ചിംഗാം നാഷണൽ പാർക്ക്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡച്ചിംഗാം നാഷണൽ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാഷണൽ പാർക്കുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് വന്ന 2 നാഷണൽ പാർക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇരവികുളവും ഡച്ചിംഗാം നാഷണൽ പാർക്കുമാണ്. ഡച്ചിംഗാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് അല്ലേ. കേരളത്തിലാണ് ഏത്? ഇരവികുളം. നമുക്കറിയാവുന്ന കാര്യമാണ്, വരയാടുകൾക്ക് പേര് കേട്ട നാഷണൽ പാർക്ക്, ഇടുക്കി ജില്ലയിലുള്ള നാഷണൽ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് 1978 ഇരവികുളത്തെ ഇന്ദിരാഗാന്ധി എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് 1978 ഇന്ദിരാഗാന്ധിയാണ് ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാലും ഇരവികുളമാണ്. സൈലന്റ് വാലി ചിലയിടത്തൊക്കെ പറഞ്ഞിരിക്കും, അത് ബഫർ സോൺ കൂടി ചേർക്കുമ്പോഴാണ്, സംരക്ഷിത വനപ്രദേശം കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് സൈലന്റ് വാലി ഈ വലിയ ദേശീയ പാർക്കാവുന്നത്. ബഫർ സോൺ ഒഴിവാക്കിയാൽ, അങ്ങനെ നമ്മൾ നോക്കിയാൽ, അങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇരവികുളം ദേശീയ പാർക്കാണ്. ഇടുക്കി ജില്ല, ദേവികുളം താലൂക്ക് അല്ലേ. അതിനടുത്തായിട്ടുള്ള ഒരു ഈ പറഞ്ഞ കൊടുമുടിയുണ്ട്, ഏതാണ്? ആനമുടി. നിങ്ങൾക്കറിയാം, ഉത്തരപർവ്വത മേഖലയ്ക്ക് തെക്കുള്ള ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയാണ് ആനമുടി എന്നറിയാം. അതിനോട് ചേർന്നാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ് പറയാൻ പറ്റുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. വരയാടുകളുടെ സംരക്ഷണ പ്രദേശം അല്ല, ഒരു പ്രത്യേക സ്വഭാവമുള്ള നാഷണൽ പാർക്കാണ്. അതായത്
ചോലവനങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ നാഷണൽ പാർക്കാണ്. ചോലവനങ്ങളും കുറ്റിക്കാടുകളും. സൈലന്റ് വാലിക്ക് വേറൊരു സ്വഭാവമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചോലവനങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു നാഷണൽ പാർക്കാണ് ഇത്, ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? നേരത്തെ അത് ഒരു വന്യജീവി സങ്കേതം എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചിത്രശലഭ സങ്കേതം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. അത് കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ്. പല ക്ലാസ്സുകളിലായിട്ട് ചില അവസരങ്ങളിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചിത്രശലഭങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. പലതരത്തിലുള്ള പല ഇനത്തിലുള്ള ചിത്രശലഭങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആറളം വന്യജീവി സങ്കേതത്തിനെ ഇപ്പോൾ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ഏത്? ആറളം. ആറളം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. പരീക്ഷയ്ക്ക് അതും ചോദിച്ചിട്ടുണ്ട്. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എന്നുള്ള പെരുമ ഏത് വന്യജീവി സങ്കേതത്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതത്തിനാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉരകമായിട്ട്, അതായത് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വനം വകുപ്പ് കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഒരു പാമ്പിനത്തെയാണ്. ഏതിനെയാണ്? ഒരു പാമ്പിനത്തെ. അപ്പോൾ ഒരു പാമ്പ് ഇനത്തെ സംസ്ഥാന വനം വകുപ്പ് എന്തായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു? സംസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഏത് പാമ്പിനം എന്ന് ചോദിച്ചാൽ ചേരയാണ്. ഏതാണ്? ചേര. ചേര എന്ന് വിളിക്കുന്ന നിർദോഷമായിട്ടുള്ള ഒരു പാമ്പിനമുണ്ടല്ലോ അല്ലേ? മനുഷ്യൻ്റെ സുഹൃത്ത്, കർഷകൻ്റെ സുഹൃത്ത് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പാമ്പിനമാണ് ഏത്? ചേര. അപ്പോൾ ആ ചേരയെ എന്താണ് സംസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കേരള വനം വകുപ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിൽക്കട്ടെ. വേറൊരു ഭാഗത്തോട്ട് വരാം. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ഒരു പാസ്പോർട്ട് ഓഫീസിനാണ്. ഏത് പാസ്പോർട്ട് ഓഫീസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന പുരസ്കാരം 2025 ജൂണിൽ ലഭിച്ചത്. അപ്പോൾ അത് ശ്രദ്ധ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് MV വാൻഹായ് 503? MV വാൻഹായ് 503. MV വാൻഹായ് 503 എന്ന് പറയുന്നത് ഒരു സിംഗപ്പൂർ ചരക്ക് കപ്പലാണ്. MV വാൻഹായ് 503 ഒരു സിംഗപ്പൂർ ചരക്ക് കപ്പലാണ്. ഈ അടുത്ത കാലത്ത് അറബിക്കടലിൽ വെച്ച്, കൊച്ചിയുടെ ഭാഗത്ത് വെച്ച് അറബിക്കടലിൽ വെച്ച് അത് അപകടത്തിൽപ്പെട്ടു. അതായത് അതിനകത്ത് തീ പിടിച്ചു അല്ലേ? അപ്പോൾ MV വാൻഹായ് 503 അല്ലേ? അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? അറബിക്കടൽ ഭാഗത്ത് വെച്ച് തീ പിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ, അറബിക്കടൽ ഭാഗത്ത് വെച്ച് തീ പിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ ജൂണിൽ ഏത് എന്ന് ചോദിച്ചാൽ MV വാൻഹായ് 503 ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? MSC എൽസ 3. MSC എൽസ 3 എന്ന് പറയുന്നത് ലൈബീരിയൻ ചരക്ക് കപ്പലായിരുന്നു അല്ലേ? കൊച്ചിക്കടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട അത് മെയ് മാസത്തിലാണ്. കൊച്ചിക്കടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ MSC എൽസ 3 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ MSC എൽസ 3 എന്ന് പറയുന്നത് ലൈബീരിയൻ ചരക്ക് കപ്പലാണ്. MV വാൻഹായ് 503 എന്ന് പറയുന്നത് സിംഗപ്പൂർ ചരക്ക് കപ്പലാണ്. അപ്പോൾ ഏത് രാജ്യങ്ങളുടെ കപ്പലാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, വിലപ്പെട്ട മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കുക. MSC എൽസ ലൈബീരിയൻ ചരക്ക് കപ്പൽ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂർ ചരക്ക് കപ്പൽ ഏതാണ് അപകടത്തിൽപ്പെട്ടത്? MV വാൻഹായ് 503. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. മഴക്കാലമാണ്.
മഴക്കാലത്ത് പടർന്നു പിടിക്കാറുള്ള ഒരു ജന്തുജന്യ രോഗമാണ് ഏത്? എലിപ്പനി, അല്ലേ? മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി. എലിപ്പനിയെ നമ്മൾ പറയാറുണ്ട് വീൽസ് ഡിസീസ്. എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അതുകൊണ്ട് ലെപ്റ്റോസ്പൈറോസിസ് എന്നും ഏത് രോഗം അറിയപ്പെടും? എലിപ്പനി അറിയപ്പെടും, അല്ലേ? മഴക്കാലമാണ്, ഒരുപാട് സ്ഥലത്ത് എലിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, എലിപ്പനിക്ക് വേറൊരു പേരുണ്ട്, വീൽസ് ഡിസീസ്. വീൽസ് ഡിസീസ്, അല്ലേ? എലിപ്പനിക്ക് കാരണമാകുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ആ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ എലിയുടെ മൂത്രത്തിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന ജന്തുജന്യ രോഗമാണ് ഏത്? എലിപ്പനി, അല്ലെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ജന്തുജന്യ രോഗം ഏത് എന്ന് ചോദിച്ചാലും ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന, വീൽസ് രോഗം എന്നറിയപ്പെടുന്ന എലിപ്പനിയാണ്. അതിന് കാരണം ഒരു ബാക്ടീരിയയാണ്, അതാണ് ലെപ്റ്റോസ്പൈറ. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രോഗപ്രതിരോധം, അതുമായി ബന്ധപ്പെട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധം ഏത് എന്ന് ചോദിച്ചാൽ ഡോക്സിസൈക്ലിൻ ആണ്. ഏതാണ്? ഡോക്സിസൈക്ലിൻ. അപ്പോൾ എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധമാണ് ഏത്? ഡോക്സിസൈക്ലിൻ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഒരു ആപ്ലിക്കേഷനാണ് മെഡ് വാച്ച്. മെഡ് വാച്ച് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, ആപ്പാണ് മെഡ് വാച്ച്, അല്ലേ? അതിൽ തന്നെയുണ്ട് മെഡ്, MED, മെഡ് വാച്ച്. അതായത് ഔഷധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെഡ് വാച്ച് എന്ന് പറയുന്ന എന്താണ് ആപ്ലിക്കേഷൻ ഔഷധവുമായിട്ട്, മെഡിസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ എന്ത് വാങ്ങുന്നു? മരുന്ന് വാങ്ങുന്നു. ആ മരുന്നിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ ആധികാരികത ഒക്കെ മനസ്സിലാക്കുന്നതിന് ഉപഭോക്താവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഏത്? മെഡ് വാച്ച്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ, ഫാർമസികളിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്നിൻ്റെ ഗുണനിലവാരം, ആധികാരികത ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കേരള ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് പുറത്തിറക്കിയിട്ടുള്ള ഒരു എന്താണ് ആപ്ലിക്കേഷനാണ് ഏത്? മെഡ് വാച്ച്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ആപ്ലിക്കേഷൻ കോമ്പൗണ്ടർ. വേറൊരു ആപ്ലിക്കേഷൻ ഏതാണ്? കോമ്പൗണ്ടർ. കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കോമ്പൗണ്ടർ. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങുന്നു. മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്ന് തരേണ്ടത് ഫാർമസിസ്റ്റാണ്. ഫാർമസിസ്റ്റ് അല്ലാത്ത ഒരാൾ അങ്ങനെ മരുന്നെടുത്ത് തരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോമ്പൗണ്ടർ. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ, ഒന്ന് മെഡ് വാച്ച്, അല്ലേ? അതിൻ്റെ ഗുണം എന്താണ്? അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് എത്രത്തോളം ഗുണപ്രദമാണ്, ആധികാരികമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്, ആപ്ലിക്കേഷനാണ്. അതേസമയം കോമ്പൗണ്ടർ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ യഥാർത്ഥ ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഏത്? കോമ്പൗണ്ടർ. നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടി, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറത്തു കൊണ്ടുവന്ന എന്താണ് ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടി, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഏത്? റേഡിയോ നെല്ലിക്ക. നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിയുടെ ഒരു വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിധിയുണ്ട്. അതായത് ട്രാൻസ് ദമ്പതികളുടെ മക്കൾ അവരുടെ സർട്ടിഫിക്കറ്റിൽ, ട്രാൻസ് ദമ്പതികളുടെ മക്കളുടെ സർട്ടിഫിക്കറ്റുകളിൽ
അച്ഛൻ അമ്മ എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് രക്ഷിതാവെന്ന് ഉപയോഗിക്കണം. ട്രാൻസ് ദമ്പതികളുടെ മക്കളുടെ എന്താണ് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന കോളത്തിൽ അതിന് പകരമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു? രക്ഷിതാവ് എന്ന രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചരിത്ര വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ് അല്ലേ? കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. പഠിച്ചു വച്ചേക്കണം. നിതിൻ മധുകർ ജംദാർ ആണ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലേ? അപ്പോൾ ട്രാൻസ് ദമ്പതികളുടെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരമായിട്ട് എന്തുപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? രക്ഷിതാവ് എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു? കേരള ഹൈക്കോടതി. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. ജീവൻ പദ്ധതി. കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഏത്? ജീവൻ പദ്ധതി. പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് മടങ്ങുന്ന അമ്മമാർക്ക് വൃക്ഷത്തൈ കൂടി കൊടുത്തു വിടുന്ന പദ്ധതിയാണ് ഏത്? ജീവൻ പദ്ധതി അല്ലേ? പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് മടങ്ങുന്ന അമ്മമാർക്ക് വൃക്ഷത്തൈകൾ കൂടി നൽകി വിടുന്ന പദ്ധതിയാണ് ഏത്? ജീവൻ പദ്ധതി അല്ലേ? അപ്പോൾ കുഞ്ഞിനോടൊപ്പം ഒരു വൃക്ഷത്തൈയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതവർ നടും അല്ലെ? ആ കുഞ്ഞുമായിട്ട് ജനനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തൈയാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് പരിപാലിക്കും അല്ലേ? അവിടെ അവരുടെ വികാരത്തെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതങ്ങനെ പോട്ടെ, നല്ലൊരു കാര്യമാണ് അല്ലേ? ജീവൻ പദ്ധതി. ഇത് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടി പറയണം. ഏക് പേഡ് മാ കെ നാം. ഏക് പേഡ് മാ കെ നാം. 2025 ജൂണിൽ പരിസ്ഥിതി ദിന ആചരണം അല്ലേ? 2025 ജൂണിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കമിട്ടു. ആ പ്രചരണ പരിപാടിക്ക് കൊടുത്തിരുന്ന പേരാണ് ഏക് പേഡ് മാ കെ നാം അല്ലേ? അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം. അപ്പോൾ രാജ്യം മുഴുക്കയും ആൾക്കാർ വൃക്ഷത്തൈകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. ആ പ്രചരണ പരിപാടി കൊടുത്തിരുന്ന പേരാണ് ഏക് പേഡ് മാ കെ നാം. മാ കെ നാം. അപ്പോൾ ആ രണ്ട് പദ്ധതികളും പരസ്പരം ബന്ധപ്പെടുത്തി ഓർത്തു വയ്ക്കാവുന്നതേ ഉള്ളൂ. ജീവൻ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അല്ലേ? പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് മടങ്ങുന്ന അമ്മയ്ക്ക് എന്തുകൂടി കൊടുത്തു വിടുന്നു? വൃക്ഷത്തൈ കൂടി കൊടുത്തു വിടുന്നു. ഇതെന്താണ്? ഏക് പേഡ് മാ കെ നാം. അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം വച്ച് പിടിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രചരണ പരിപാടി നടത്തുന്നു അല്ലേ? അത് 2025 ജൂൺ മാസത്തിൽ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് മനസ്സിൽ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 15ാം കേരള നിയമസഭ. 15ാം കേരള നിയമസഭയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ? 15ാം കേരള നിയമസഭയിലോട്ട് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. PV അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞ വകയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. ആര്യാടൻ ഷൗക്കത്താണ് അല്ലേ? നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ച് പോയപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് വിജയിച്ചത് ആരാണ്? നിയമസഭയിലോട്ട് പോയത് ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചു കാലം മുമ്പ് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും 15ാം നിയമസഭയിലോട്ട് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് പോയിരുന്നു അല്ലേ? അതുപോലെ തന്നെ UR പ്രദീപ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളാണ് ആര്? UR പ്രദീപ്. K രാധാകൃഷ്ണൻ MLA സ്ഥാനം ഒഴിഞ്ഞ അവസരത്തിൽ UR പ്രദീപ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. CPM ആണ് UR പ്രദീപ്. അപ്പോൾ UR പ്രദീപ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു, 15ാം നിയമസഭയിലോട്ട് പോയി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, 15ാം നിയമസഭയിൽ MLA ആയി. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, 15ാം നിയമസഭയിൽ അംഗമായി. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, 15ാം നിയമസഭയിൽ അംഗമായി.
PT തോമസ് മരിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കര, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയിട്ട് പോയി അല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിൽ നിൽക്കട്ടെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആരാണ്? അത് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ കേരള നിയമസഭ 15ാം നിയമസഭ, ഇപ്പോഴത്തെ കേരള നിയമസഭ 15ാം കേരള നിയമസഭയാണ്. അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഒരുപാട് പേര് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ കേരള നിയമസഭ എത്രാമത്തെ കേരള നിയമസഭയാണെന്ന് ചോദിച്ചാൽ പലരും ഉത്തരം പറയത്തില്ല. 15ാം കേരള നിയമസഭ. അപ്പോൾ അത് ഓർത്തോണം. ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി DGP, കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടതാരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ ആന്ധ്രാക്കാരനാണ്. കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടതാരാണ്? റവാഡ ചന്ദ്രശേഖറാണ്. ഓർത്തു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി റാപ്പർ ഹിരൺദാസ് മുരളിയുടെ ഗാനം മലയാളം ബിരുദ സിലബസിൽ ഉൾപ്പെടുത്തി. ഏത് യൂണിവേഴ്സിറ്റി എന്നാണ് ചോദ്യം. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി റാപ്പർ ഹിരൺദാസ് മുരളിയുടെ ഗാനം മലയാളം ബിരുദ സിലബസിൽ ഉൾപ്പെടുത്തി. ഏത് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് യൂണിവേഴ്സിറ്റി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആരാണ് റാപ്പർ ഹിരൺദാസ് മുരളി. റാപ്പർ ഹിരൺദാസ് മുരളി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ വേടൻ എന്ന് വിളിക്കും. റാപ്പർ വേടൻ, അയാളുടെ ശരിക്കുള്ള പേരാണ് ഹിരൺദാസ് മുരളി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. മലപ്പുറത്താണ്, തിരൂർ അല്ലേ. മലപ്പുറം ജില്ലയിൽ തിരൂരിലാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം. അത് ആരുടെ പേരിലാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് മലയാളം സർവകലാശാല അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മലയാളം സർവകലാശാലയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ പേരാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് 2025 ജൂണിൽ നിയമിക്കപ്പെട്ടതാര്? ആ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് 2025 ജൂണിൽ നിയമിക്കപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ CR പ്രസാദാണ്. ആരാണ്? CR പ്രസാദ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ജൂൺ 19 നമുക്കറിയാം കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ജൂൺ 19. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. 1996 മുതൽ തന്നെ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിച്ച് വരുന്നുണ്ട്. പക്ഷേ 2017 മുതൽ ദേശീയ തലത്തിലും വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 19. അപ്പോൾ ദേശീയ തലത്തിലും വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് തന്നെയാണ്? ജൂൺ 19. 2017 മുതൽ PN പണിക്കരുടെ ചരമദിനം, ജന്മദിനമല്ല, ചരമദിനം അല്ലേ. അപ്പോൾ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂൺ 19. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് ഒരുപാട് ചർച്ചയാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിവാദമൊക്കെ ആയ ഒരു സംഭവത്തിലോട്ട് വരാം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഏറ്റവും മികച്ച യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. 2025 ഏറ്റവും മികച്ച യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം ആര് പ്രഖ്യാപിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ചു. ആർക്കാണത് കിട്ടിയത്? അഖിൽ പി ധർമ്മജൻ. 2025 ഏറ്റവും മികച്ച യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം നേടിയ ഒരു മലയാളിയാണ്. ആരാണ്? അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടി പരിചയപ്പെട്ടു വയ്ക്കുക. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം രചിച്ച അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അവിടെ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം. പെൻഗിനുകളുടെ വൻകരയിൽ ഒരു പുസ്തകമാണ്. പെൻഗിനുകളുടെ വൻകരയിൽ.
അത് ആരെഴുതി? ശ്രീജിത്ത് മുത്തേടത്ത് എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഏറ്റവും മികച്ച ബാലസാഹിത്യ പുരസ്കാരം നൽകിയത്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഏറ്റവും മികച്ച ബാലസാഹിത്യ പുരസ്കാരം നൽകിയത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകത്തിനാണ്. ആർക്കാണ്? ശ്രീജിത്ത് മുത്തേടത്ത്. ശ്രീജിത്ത് മുത്തേടത്ത്. അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി കൊടുത്ത പുരസ്കാരമാണ്. 2025 പുരസ്കാരമാണ്. യുവ സാഹിത്യകാരൻ അതിനുള്ള പുരസ്കാരം കിട്ടിയത് അഖിൽ പി ധർമ്മജൻ. പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി. ബാലസാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം പെൻഗ്വിനുകളുടെ വൻകരയിൽ ശ്രീജിത്ത് മുത്തേടത്ത്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പൂക്കളുടെ പുസ്തകം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. അത് ഈ പറഞ്ഞ അല്പം വിവാദമായി മാറിയ ഒരു സംഭവം കൂടിയാണ്. പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം സ്വരാജ്. പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം സ്വരാജ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നൊരു പുസ്തകമാണ്. പൂക്കളുടെ പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ എം സ്വരാജാണ്, അല്ലേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെയാണ് ആര് പരാജയപ്പെടുത്തുന്നത്? ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഈ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് വിവാദമൊക്കെ നടന്നായിരുന്നു. ഇദ്ദേഹം ആ സാഹിത്യ പുരസ്കാരത്തിന് അപേക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ആ സാഹിത്യ പുരസ്കാരം കൊടുത്തു പോലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. പൂക്കളുടെ പുസ്തകം എം സ്വരാജ്. എന്തായാലും ആ പുരസ്കാരം സ്വരാജ് ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ളതും കൂടി എടുത്ത് പറയണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിലോട്ട്, ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. 10-25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു മലയാളി ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആര് എന്ന് ചോദിച്ചാൽ പി മാളവിക. ഓർത്തു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിലോട്ട്, സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലോട്ട് 10-25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മലയാളി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരെ എന്ന് ചോദിച്ചാൽ പി മാളവിക. കാസർഗോഡ് ജില്ലക്കാരിയാണ്, നീലേശ്വരം. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് ആര്? പി മാളവിക. ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് 2025 ജൂൺ 25, 2025 ജൂൺ 25 ഈ ദിവസത്തിന് എന്തായിരുന്നു പ്രത്യേകത? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തെത്തി. ആരാണത്? ശുഭാംശു ശുക്ല, അല്ലേ? ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് 1984 രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തെത്തിയ അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല എന്നുള്ള പേര് നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗഗൻയാൻ പദ്ധതി, ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആര്? ശുഭാംശു ശുക്ല. ഇപ്പോൾ ആക്സിയം 4 എന്ന് പറയുന്ന ദൗത്യം, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് ആളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ദൗത്യം, ആക്സിയം 4 എന്ന് പറയുന്ന ദൗത്യം. ആ ദൗത്യത്തിൻ്റെ ഭാഗമായി മറ്റു 3 പേർക്കൊപ്പം ശുഭാംശു ശുക്ല ഇപ്പോൾ എവിടെ എത്തി? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. അതെന്നാണ്? 2025 ജൂൺ 25. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കണം, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ശുഭാംശു ശുക്ലയാണ്. അതേസമയം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരാളുടെ പേര് പറയാനായിട്ട് പറ്റും, ഗോപി ചന്ദ് തോട്ടക്കുറ. ആരാണ്? ഗോപി ചന്ദ് തോട്ടക്കുറ, അല്ലേ? ഒരു ആന്ധ്ര സ്വദേശിയാണ്. പക്ഷെ അത് ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പോയതല്ല, അദ്ദേഹം ഒരു ബഹിരാകാശ ടൂറിസ്റ്റായിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരനെന്ന് പൊതുവേ ചോദിച്ചാൽ ഗോപി ചന്ദ് തോട്ടക്കുറയുടെ പേര് പറയേണ്ടി വരും.
അതേസമയം ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ശുഭാംശു ശുക്ല, അല്ലേ? ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ ആന്ധ്ര സ്വദേശി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറയാണ്. അതും കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2024 ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശ യാത്ര നടത്തിയത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ശുഭാംശു ശുക്ല 2025 ജൂൺ 25 ആക്സിയം 4 ദൗത്യം, സ്പേസ് എക്സിൻ്റെ ആക്സിയം 4 ദൗത്യം, അല്ലേ? അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. അവിടെ അദ്ദേഹം ചില പരീക്ഷണങ്ങൾ നടത്തും. അതിലൊരു പരീക്ഷണമാണ് ഗ്രാവിറ്റി പരീക്ഷണം. ഏതാണ്? ഗ്രാവിറ്റി പരീക്ഷണം, അല്ലേ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല പോകുമ്പോൾ ചില പരീക്ഷണങ്ങൾ കൂടി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു പരീക്ഷണമാണ് ഗ്രാവിറ്റി പരീക്ഷണം. അപ്പോൾ ആ ഗ്രാവിറ്റി പരീക്ഷണത്തിനായിട്ട് ചില വിത്തിനങ്ങൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുപോയിരുന്നു. അതിൽ കേരളത്തിൻ്റെ തനത് നെൽവിത്തിനങ്ങളുണ്ടായിരുന്നു. ആ നെൽവിത്തിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഉമാ ജ്യോതി, അല്ലേ? അപ്പോൾ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ഗ്രാവിറ്റി പരീക്ഷണങ്ങൾക്കായിട്ട് കൊണ്ടുപോയത് കേരളത്തിൽ നിന്നുള്ള തനത് നെൽവിത്തിനങ്ങളെയാണ്. ഏതൊക്കെയാണ് ആ തനത് നെൽവിത്തിനങ്ങൾ എന്ന് ചോദിച്ചാൽ ഉമാ ജ്യോതി പോലുള്ള നെൽവിത്തിനങ്ങൾ മാത്രമല്ല അദ്ദേഹം കൊണ്ടുപോയത്, മറ്റു ചില ഇനം വിത്തുകളും അദ്ദേഹം കൊണ്ടുപോയി. ഉദാഹരണത്തിന് തിലതാര നമുക്കറിയാം, അത് എള്ള് വിത്താണ്. അതുപോലെ സൂര്യ നമുക്കറിയാം, സൂര്യ എന്ന് പറയുന്നത് വഴുതന വിത്താണ്, അല്ലേ? തിലതാര എള്ള് വിത്ത്, സൂര്യ വഴുതന, ഇതൊക്കെ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും. സൂര്യ എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള ഡാഷ് വഴുതന, തിലതാര എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള ഡാഷ് ഏതാണ്? എള്ള്, അല്ലേ? അതുപോലെ കനകമണി എന്താണ്? കുറ്റിപ്പയർ അതിൻ്റെ വിത്തുകളും കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളായണി വിജയ് എന്ന് പറയുന്നത് എന്താണ്? തക്കാളി ഇനമാണ്, ടൊമാറ്റോ ഇനമാണ്, തക്കാളി ഇനം വെള്ളായണി വിജയ്, അല്ലേ? അപ്പോൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തനത് നെൽവിത്തിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉമയും ജ്യോതിയുമാണ്. എള്ള് വിത്ത് തിലതാര, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? സൂര്യ വഴുതന വിത്ത്, കനകമണി കുറ്റിപ്പയർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളായണി വിജയ് എന്താണ്? ടൊമാറ്റോ. അപ്പോൾ ആ തക്കാളി അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവത്തിലോട്ട് വരാം. എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു. 241 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. 11A എന്ന് പറയുന്ന സീറ്റ് നമ്പറിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ആ ഒരാൾ ഒഴികെ 241 പേര്, വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു, അല്ലേ? ആ വിമാന അപകടം, എയർ ഇന്ത്യയുടെ വിമാന അപകടം നടന്നത് എന്നാണ്? 2025 ജൂൺ 12. 241 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടം. ആ വിമാന അപകടം സംഭവിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ്, അല്ലേ? അഹമ്മദാബാദ് ഗുജറാത്തിൽ വെച്ചിട്ടാണ് ആ വിമാന അപകടം നടന്നത്. അപ്പോൾ ആ രക്ഷപ്പെട്ട ആളുടെ പേരൊന്ന് ഓർത്ത് വെച്ചേരെ, വിശ്വാസ് കുമാർ രമേശ്, അല്ലേ? വിശ്വാസ് കുമാർ രമേശ്, സീറ്റ് നമ്പർ 11A. വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേരെ, വിശ്വാസ് കുമാർ രമേശ്, സീറ്റ് നമ്പർ 11A. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലേ? അപ്പോൾ അത് അഹമ്മദാബാദ് വിമാന അപകടം, അല്ലേ? ഗുജറാത്ത്. ആ വിമാന അപകടത്തിൽ ഗുജറാത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയും കൊല്ലപ്പെട്ടിരുന്നു. ഗുജറാത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയും ആ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആരെ എന്ന് ചോദിച്ചാൽ വിജയ് രൂപാണി. ആരാണ്? വിജയ് രൂപാണി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇലക്ട്രിക് ട്രെയിനർ വിമാനത്തെക്കുറിച്ച് പറയാം. ഇലക്ട്രിക് ട്രെയിനർ വിമാനം, അതായത് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ട്രെയിനർ വിമാനം. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയ പൈലറ്റ് പരിശീലനത്തിന് ഗുണപ്പെടുന്ന ഇലക്ട്രിക് ട്രെയിനർ വിമാനം. ആ വിമാനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഹൻസ. ഇ ഫോർ ഇലക്ട്രിക് വിമാനമാണ്. അപ്പോൾ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 2 സീറ്റർ ഇലക്ട്രിക് ട്രെയിനർ വിമാനം. അതിൻ്റെ പേരാണ് ഏത്? ഹൻസ. ഏതാണ്? ഹൻസ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പരിചയപ്പെടണം.
INS അർണാല. എന്താണ് INS അർണാല എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത്, അതായത് 2025 ജൂണിൽ വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്ത 2025 ജൂണിൽ വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ്മറൈൻ വാർഷിപ്പാണ് INS അർണാല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2025 ജൂണിൽ വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ ആൻറ്റി സബ്മറൈൻ വാർഷിപ്പ്, ആൻറ്റി സബ്മറൈൻ ഷാലോ വാട്ടർ വാർഷിപ്പ് എന്ന് പറയും. അതായത് ഈ പറഞ്ഞ ഒരുപാട് ആഴമില്ലാത്ത പ്രദേശത്തും എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന യുദ്ധക്കപ്പൽ, കടലിന് ആഴമില്ലെങ്കിലും ആ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന യുദ്ധക്കപ്പലാണ് ഷാലോ വാട്ടർ വാർഷിപ്പ് എന്ന് പറയും. ആൻറ്റി സബ്മറൈൻ, സബ്മറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്തർവാഹിനി. അപ്പോൾ അന്തർവാഹിനികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ ഒരു യുദ്ധ കപ്പൽ ഈ അടുത്ത കാലത്ത് 2025 ജൂണിൽ എന്താണ്, വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്തു. ഏതാണ് ആ കപ്പലിൻ്റെ പേര്? INS അർണാല. അപ്പോൾ 2025 ജൂണിൽ വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആൻറ്റി സബ്മറൈൻ ഷാലോ വാട്ടർ വാർഷിപ്പ് യുദ്ധ കപ്പൽ എന്ന് ചോദിച്ചാൽ INS അർണാല. അവിടെ വേറൊരു കാര്യം കൂടി പറയാം, ധ്രുവ ഗവേഷണ കപ്പൽ, അല്ലെ? ധ്രുവ ഗവേഷണം, ആർട്ടിക് ഭാഗത്തൊക്കെ ഒരുപാട് പര്യവേഷണങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ധ്രുവ പ്രദേശങ്ങളിൽ പര്യവേഷണം നടത്തണമെങ്കിൽ നമുക്ക് നല്ല കപ്പലുകൾ വേണം. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കപ്പലുകളൊന്നുമില്ല, നമ്മൾ വാടകയ്ക്കെടുത്ത കപ്പലുകളിലാണ് ഈ പറഞ്ഞ ഗവേഷണമൊക്കെ നടത്തി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ധ്രുവ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരു ധ്രുവ ഗവേഷണ കപ്പൽ, അതായത് പോളാർ റിസർച്ച് വെസൽ തദ്ദേശീയമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ കൂടെ സഹകരിക്കുന്ന ഒരു രാജ്യമുണ്ട്, അല്ലെങ്കിൽ സഹകരിക്കാമെന്ന് ഏറ്റ ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യമെന്ന് ചോദിച്ചാൽ നോർവേ ആണ്. അപ്പോൾ ഇന്ത്യ ധ്രുവ ഗവേഷണങ്ങൾക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവ ഗവേഷണ കപ്പലിൻ്റെ നിർമ്മാണത്തിന് ഇന്ത്യയോട് സഹകരിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നോർവേ, അല്ലേ? നമ്മുടെ നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏത് തന്നെയാണ്? നോർവേ ആണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ 2025 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അത് മാത്രമല്ല, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുടെ പിന്തുണ കൂടി ഞങ്ങൾക്ക് വേണം. ഈ ക്ലാസ്സുകളെ പ്രോത്സാഹിപ്പിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനലിലെ നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഉത്സാഹത്തോടു കൂടി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക് ലഭിക്കൂ എന്നുകൂടി അറിയിക്കുകയാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.